നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. അതിന് കാരണക്കാരൻ എന്റെ ബാലമാമനാന്നല്ലേ? എന്റെ കല്യാണം എന്ന് പറഞ്ഞ ബാലമാമൻ എന്ത് കാണിച്ചെന്നാ പറഞ്ഞത്? എന്റെ അച്ഛൻ എനിക്ക് വേണ്ടി കണ്ടെത്തി കൊണ്ടുവന്നത് ഒരു ക്രിമിനലിനെയാണെന്ന് അറിഞ്ഞതുകൊണ്ടാ ബാലമാമൻ അവനെ പോലീസിൽ ഏൽപ്പിച്ചത്. അത് കഴിഞ്ഞ ബാലമാമൻ അരവിന്ദേട്ടനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാൻ ആലോചിച്ചത്. സ്വത്തെല്ലാം ബാലമാമൻ എഴുതി തന്നപ്പോ പറയാറുന്നില്ലേ എന്നെ കല്യാണം കഴിക്കാൻ ഇഷ്ടമല്ലാന്ന്? ആ സമയത്ത് എന്താ നാക്കിറങ്ങിപ്പോയോ? അങ്ങനെ ഇഷ്ടമല്ലാന്ന് പറഞ്ഞിരുന്നെങ്കില് സ്വത്ത് ബാലമാമന്റെ കയ്യിൽ കിട്ടില്ലെന്ന് അറിയാം. അതല്ലേ കാര്യം. അവസാന നിമിഷം വരെ മിണ്ടാതിരുന്നിട്ട് താലികെട്ടാൻ നേരം ആരോടും പറയാതെ നാട് വിട്ടു. ഇങ്ങനെയൊക്കെ ചെയ്ത നിങ്ങൾക്ക് ബാലമാമന്റെ പേര് പോലും പറയാനുള്ള യോഗ്യതയില്ല. അരവിന്ദന് ചാരുവിന്റെ നന്നായിട്ട് കിട്ടുന്നുണ്ടല്ലോ. എന്നെ കല്യാണം കഴിച്ചതുകൊണ്ട് അക്കുച്ചേട്ടന്റെ ജീവിതം പടുകുഴിയിലാണെന്ന് പറഞ്ഞില്ലേ? അക്കുച്ചേട്ടൻ പറഞ്ഞോ നിങ്ങളോട് അങ്ങനെ? അങ്ങനെ എന്തെങ്കിലും പറയണമെങ്കിൽ അക്കുച്ചേട്ടന്റെ മുന്നിൽ വെച്ച് പറയണം. അല്ലാതെ അക്കുച്ചേട്ടൻ ഇല്ലാത്ത സമയത്തല്ല പറയേണ്ടത്. അക്കുച്ചേട്ടനെ ഭീഷണിപ്പെടുത്തിയോ സ്വാധീനിച്ചോ അല്ല ബാലമാമൻ ഞാനുമായിട്ടുള്ള കല്യാണം നടത്തിയത്. എന്റെ സ്ഥാനത്ത് മറ്റൊരു പെണ്ണായിരുന്നാലും എന്റെ ബാലമാമൻ ഇതേ തീരുമാനം എടുക്കുള്ളൂ. മണ്ഡപത്തിലെ കല്യാണം മുടങ്ങി നിൽക്കുന്ന ഒരു പെണ്ണിന്റെ അവസ്ഥ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഒരു പെണ്ണിന് നല്ല ജീവിതം ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ച ബാലമാമൻ സ്വാർത്ഥനാണോ? ഇനി ഞാനൊരു കാര്യം പറയാം. എന്റെ അമ്മ എനിക്ക് 6 വയസ്സുള്ളപ്പോ മരിച്ചുപോയി. കല്യാണത്തോടെ എന്റെ അച്ഛനെ മരിച്ചെന്ന് ഞാൻ കരുതിക്കോളാം. എനിക്കിപ്പോ എന്റെ അച്ഛനായും അമ്മയായും ദൈവമായിട്ട് എന്റെ ബാലമാമനുണ്ട്. ഇനി ഞാൻ ജീവിക്കുകയാണെങ്കിൽ ഇവിടെ, മരിക്കുകയാണെങ്കിൽ ഇവിടെ തന്നെ ആയിരിക്കും. അക്കുച്ചേട്ടനും ബാലമാമനോ എന്റെ ലോകം. ഈ വീട് എനിക്ക് സ്വർഗോ. ഈ വീട്ടിൽ നിന്ന് ഞാൻ പുറത്ത് പോകുന്നെങ്കിൽ അതെന്റെ ശവമായിരിക്കും. ഇതിനപ്പുറം എനിക്കൊന്നും പറയാനില്ല. എല്ലാവരും ഒന്ന് പോയി തന്നെ നന്നായിരുന്നു. നിങ്ങളോട് രണ്ടുപേരോട് ഇനി പ്രത്യേകം പറയണം. നീ വലിയ ആളാണെന്ന് വിചാരിക്കല്ലേ. കരക്കാരുടെ മുന്നിൽ സ്വന്തം തന്തയെ തള്ളിപ്പറഞ്ഞില്ലേ? വൈകാതെ അറിയിച്ചു തരാം ശാന്തപ്പൻ ആരാണെന്ന്. കുഞ്ഞോളെ ആടി. എനിക്കിപ്പോ എന്റെ അച്ഛനായും അമ്മയായും ദൈവമായിട്ട് എന്റെ ബാലമാമനുണ്ട്. അക്കുച്ചേട്ടനും ബാലമാമനോ എന്റെ ലോകം.
ബാല ബാല എന്താ ഇവിടെ വന്നിരിക്കുന്നേ? ഞാൻ വന്നതല്ല ഗോവിന്ദ, എന്റെ മനസ്സ് എന്നെ ഇവിടെ എത്തിച്ചതാ. ചാരുമോട് പറഞ്ഞത് കേട്ട് മനസ്സ് നിറഞ്ഞു ഗോവിന്ദ. അതാലോചിച്ച് നിൽക്കുകയായിരുന്നു. ഗോവിന്ദ, ഓ, നമ്മൾ പാടത്ത് വെള്ളം പമ്പ് ചെയ്യുമ്പോ ആ വെള്ളം കുതിച്ചു ചാടുമ്പോൾ ഉണ്ടാവുന്ന ഓളം കണ്ടിട്ടില്ലേ? അതുപോലെ എന്റെ മനസ്സിലിപ്പോ ഒരു വെള്ളച്ചാട്ടം പോലെ സന്തോഷം ഇങ്ങനെ നിറഞ്ഞു പൊങ്ങുക. ഗോവിന്ദ, അരവിന്ദൻ എന്നെപ്പറ്റി പറഞ്ഞത് കേട്ടപ്പോ മനസ്സ് തകർന്നുപോയി.